പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോമ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമവെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിലുണ്ടായിരിക്കും, ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പം ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ, അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 13 പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ആസ്തിയുമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയുമില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമുക്ക് വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിലിരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയെ അതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ
തെക്ക് പടിഞ്ഞാറ് പള്ളി, വാടകൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് ഞാൻ അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ, അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ, അല്ലാതെ ഫ്രിഡ്ജാ ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തവർക്ക്, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സിലൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു, പടം ഫോട്ടോ ഇത് പാടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ, ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്തിരി ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷേ അതിനൊരിക്കലും ജപമാലയെ കുടുംബ പ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബ പ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലണതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങളെന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മാതാവ് ഫസ്കയിൽ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതമായിട്ട് കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിൽ നിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ അപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി, മാസ്റ്റർ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ പെയ്യണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കുരിശടിയത്ത് ഇരുന്ന് ജപമാലയില്ല ചെയ്യണം ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറെ ഒരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ്, ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളൂ, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി, ഈ 1000 മഴ ജപമാല.
അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിൽ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവായി പോയതാണ്. എൻ്റെ പേര് അനിത. ഞാനൊരു റേഷൻ കട വ്യാപാരിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ ശബരിനാഥ്, +2 വിദ്യാർത്ഥിയാവുന്നു. ആദ്യമായിട്ട് എനിക്ക് ജപ്തി ഒഴിവായി പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ റേഷൻ വ്യാപാരിയാണ്. ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ട് തരുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എനിക്കത് വായിക്കാൻ വലിയ മനസ്സ് കുറവായിരുന്നു. ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കതിലോട്ട് ആദ്യമൊക്കെ നോക്കാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ട് തരുന്നത് അവരെ നിരസിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പത്രങ്ങളും വാങ്ങിച്ച് ഒരു സൈഡിൽ അടുക്കി വെക്കുമായിരുന്നു. ഫോണിൽ പോലും മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ മനസ്സ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ജപ്തിയോട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് പോലും എനിക്ക് മാതാവിനെ ഒന്ന് നോക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും പശ്ചാത്താപവും ഉണ്ട്. അവസാനം ഞാൻ ജപ്തിയുടെ ഡേറ്റ് അടുത്തടുത്ത് വന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും ബാങ്കുകാർ വിളിച്ചെന്നെ നിരന്തരം ശല്യപ്പെടുത്തുക, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ പറഞ്ഞ് മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നാളെ വെളുപ്പിന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി എടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതുമല്ല, എനിക്ക് അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണം, ഇനി അവിടെ ചെന്ന് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ പെട്ടെന്ന് അടയ്ക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും പ്രായമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി. ആദ്യമായിട്ട് 2025 ജനുവരി 22-നാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബാങ്കിൽ നിന്ന് മാനേജർ നിരന്തരം വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സമാധാനം പറയാൻ ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാമായിട്ടാണ് ഞാൻ മാനേജറെ കാണാൻ പോകുന്നത്. പക്ഷേ അവരന്നേരം ഒന്ന് സമാധാനപ്പെടും. വീണ്ടും 4 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, വീട് വന്ന് സീൽ ചെയ്യും, നിങ്ങളുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് എന്നെ തളർത്തി. എനിക്കപ്പം വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പെട്ടെന്ന് വന്ന് അപ്പോൾ എന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനെ ചെന്ന് കാണ്, അല്ലാതെ ഇനിയൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 5:30 എന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ജപ്തിയുടെ കാര്യം പറഞ്ഞ് നിരന്തരം അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. 5:50 എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി കാപ്പി ഇടുന്നത് പോലും. ആ സമയത്ത് അന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ നിരന്തരം അങ്ങ് ബെല്ലടിക്കാൻ തുടങ്ങി. അത് ഒരു 5:45 മുതലേ ബെല്ലടിക്കുന്നുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടെയാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ ബെല്ലടി മൊത്തം ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പം കോളേജിലെ സാറാണ്, ഹൈദരാബാദ് കോളേജിൽ നിന്ന് സാറാണ് വിളിക്കുന്നത്.
അപ്പോൾ എനിക്ക് ആദ്യം ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലങ്ങ് പ്രേരിപ്പിക്കുക, ഫോൺ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് ഞാൻ മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അങ്ങ് തട്ടി വിടും ആ ഫോണിൻ്റെ അടുക്കലോട്ട്. ഞാൻ അങ്ങനെ മനസ്സോടുകൂടി ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ആ കോള് കണ്ടെങ്കിലും പേര് കണ്ടെങ്കിലും എനിക്ക് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനൊരു മടി. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അഡ്മിഷൻ കൊടുക്കാനില്ല, സാറ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും എന്നെ പിടിച്ചു തള്ളി ഫോണിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് മറക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെ വീണ്ടും ആ കോൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ഞാൻ വേണ്ട കോൾ എടുത്തപ്പോൾ സാർ എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനിത, മാവേലിക്കര ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തും, അപ്പം നമുക്ക് കാണണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാറ് വേറൊരു ദിവസം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണേലും ഇന്ന് നമുക്ക് കാണണം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം, പിന്നെ അനിതയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി സാറ് പറഞ്ഞത് പ്രകാരം ഞാൻ അന്നേ ദിവസം തന്നെ 1:30 മാവേലിക്കര ഓഫീസിൽ ചെന്ന് സാർ ആദ്യം തന്നെ എൻ്റെ ഈ വിഷമ വിവരമാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ മടി, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം സാറ് എൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് നമ്പറെല്ലാം വാങ്ങിച്ചു. അത്രയൊരു ആശ്വാസത്തിൽ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് കയറാൻ നോക്കിയിരുന്നു. വീണ്ടും ബാങ്കിൽ നിന്ന് വിളി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും സാർ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചതല്ലാതെ എനിക്ക് ക്യാഷ് അയച്ചു തന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസത്തേക്കുള്ളിൽ അവിടെ എല്ലാവരെയും കൊണ്ട് വരും, അളക്കും. അങ്ങനെ കുറേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഞാനതെല്ലാം കേട്ടിരുന്നു. നമുക്ക് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരാളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വാക്കും തന്നിട്ട് പോയി, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് റേഷൻ കട തുറക്കാതെ പോലും ഞാൻ ഓടി ഇവിടെ വന്നു. അച്ഛനെ കണ്ട് അച്ഛനോട് ഈ സങ്കടം പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ എനിക്കൊരു മാതാവിൻ്റെ രൂപം വീട്ടിൽ കുഴിച്ചിടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ വെച്ച് ഈ അൽത്താരെ വെച്ച് തന്നെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഞാനൊന്നും എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ദിവസം ഈ പൈസ അടച്ചില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛനെയും അമ്മയും പുറത്തിറക്കുമെന്ന് വരെ പറഞ്ഞവർ. ഞാൻ ആ കാശ് രൂപം പിടിച്ച് വിഷമിച്ച് മാതാവിനോട് വീണ്ടും നോക്കി സങ്കടപ്പെട്ടിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ തൂണിൻ്റെ ചവിട്ടി ചെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ സാറിൻ്റെ കോള് വന്നു. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ആ കോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്നത്, അത് പറയാനാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഉടനടി എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എനിക്കതെങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അറിയത്തില്ല. നിസ്സാരം 2 ലക്ഷം രൂപയേ ഉള്ളായിരിക്കാം, പക്ഷേ അതെനിക്ക് 2 കോടിയുടെ വിലയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പൈസ കൊണ്ട് അടച്ചു. അത്രയൊരു ആശ്വാസം ബാങ്കുകാർക്കായി. അങ്ങനെ ഇരിക്കെ എൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് 24 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ 24 രൂപയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനൊരു മാസ്ക് വാങ്ങിക്കണം, ഒരു ചായ കുടിക്കണം, എന്തായാലും നിനക്ക് ഇത് രണ്ടും സാധിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചായ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു മാസ്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവൻ തന്നെ എൻ്റെ GPay ചെയ്ത് കൊടുത്തു. GPay ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കുമ്പോൾ ആ 24ൻ്റെ സ്ഥാനത്ത് ചായയുടെ ബാക്കിയും പോയിട്ട് 14 രൂപയുണ്ട്. ആ സ്ഥാനത്ത് 1,14,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച, അമ്മ ഈ 1 ലക്ഷം രൂപ എത്ര പെട്ടെന്ന് എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ വന്നേ? അപ്പം ഞാൻ അവനോട് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മാതാവ്, ഇത്രയും ശക്തിയുള്ള മാതാവ് നമുക്ക് ഇത്രയും സംരക്ഷണം തന്നു, ഇനി ആ 1 ലക്ഷം രൂപയും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചു തരും, മോൻ പ്രാർത്ഥിക്കുക, അതെല്ലാം നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം എൻ്റെ മോൻ ഒരുപാട് വിശ്വാസം കൂട്ടി. അവൻ്റെ അസുഖങ്ങളും മാറി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ അസുഖങ്ങളും മാറിപ്പോയത്. ഇതുകൂടാതെ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ 1 ലക്ഷം രൂപയും കൊണ്ട് അടച്ചു. ഞങ്ങളുടെ ജപ്തി ഒഴിവായി, ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്.
ഇതിന് അമ്മ മാതാവിനോട് ഈശോയോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. മോൻ്റെ രോഗസൗഖ്യം ഉണ്ടായി. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പുതിയ വണ്ടിയാണ് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിരന്തരം ആൾ കയറുമ്പോൾ ഒരു 4 പേർക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും. ഏതെങ്കിലും വലിയ വണ്ടിയുടെ അടിയിലോട്ട് ചെന്നങ്ങ് കയറും. വളരെ അത്ഭുതത്തിലാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. അത് ഒരനുഭവമല്ല, പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഏതെങ്കിലും വലിയ വണ്ടിയുടെ ഇടയ്ക്കോട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കയറുക എന്നുള്ളത്. അപ്പോഴൊക്കെ അന്നൊക്കെ വിറച്ചാണ് രാത്രി കയറി വന്ന് എന്നോട് ഈ വിവരം പറയുന്നത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പാണ്ടിലാറിയുടെ അടിയിൽ കയറിയില്ല, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ കയറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ഉപ്പും നാവിൽ തൊട്ട് കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എത്ര തിരക്കൊണ്ടേലും ഞാനത് ചെയ്താണ് വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ആൾക്കാരെ നിൽക്കാനുണ്ടായത്. അല്ലെങ്കിൽ പലവട്ടം അപകടം സംഭവിച്ചു കഴിഞ്ഞേന്. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. ഇപ്പോൾ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയിൽ എത്ര ആൾ കയറിയാലും ഒരു പ്രശ്നമില്ല. നേരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരപകടവും ഉണ്ടായിട്ടില്ല. ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുമ്പോഴും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കും. പിന്നെ ഒരു ദിവസം അച്ഛന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അച്ഛനെയും കൊണ്ട് പോകുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഭയങ്കര തിരക്കാണ്. ഡോക്ടേഴ്സിനെ ഒന്നും കിട്ടാനേ ഇല്ല. ഞാൻ അച്ഛനിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിയാണ്. കാണാൻ നല്ല സുന്ദരിയായ ഒരു മോള്. അത് കിടന്ന് ശ്വാസം കിട്ടാതെ അത് കണ്ണ് തള്ളുവാ നിന്നുകൊണ്ട്. ഞാൻ പെട്ടെന്നാണ് അതിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് മുകളിലോട്ട് കയറി നിൽക്കുന്നു. പിന്നെ അത് രക്ഷയില്ല. ഞാൻ ഓടിച്ചെന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മാസ്ക് ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. പെട്ടെന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് വെച്ചൊന്ന് കരയുവാ. അതിനെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ, ഇത് കാണാൻ വയ്യ, എൻ്റെ മോനെ പോലൊരു മോളല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുക, കാശ് രൂപ എടുത്ത് കൊടുക്കെന്ന് പറയുക. ഞാൻ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഒരു 5 കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും പേഴ്സിൽ. അതുകൂട്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തരെ കാണുമ്പം തീരെ വിഷമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നത്, കാശ് രൂപ എടുക്കുക. അപ്പം ഞാനിത് മറന്നുപോയ സംഭവമാണ്. 3 കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കാശ് രൂപ കൊടുക്കാൻ പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ് രൂപ? ഞാൻ പേഴ്സ് തുറക്കുമ്പോൾ 3 കാശ് രൂപ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാശ് രൂപ എടുത്ത് മോളുടെ തലയെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞതിന്. അത്ര ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. ഡോക്ടേഴ്സൊന്നും നോക്കുന്നില്ല, കാരണം കാഷ്വാലിറ്റിയിൽ അത്ര തിരക്കാണ്. അവരുടെ കുഴപ്പമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരുടെ പുറകെ ഡോക്ടേഴ്സ് പോവുക. അപ്പോൾ ഇതിനെ 2 ടീച്ചേഴ്സാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 2 പേര് ഡോക്ടർമാരെ തിരക്കി വേറൊരു വഴിക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ടീച്ചേഴ്സ് 2 പേരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നത്. ആരാ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വിശ്വാസമായിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, പേരൻസ് ആണോ? അല്ല, ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുന്ന പേട്ട. ഇത്രയും നേരം ഡോക്ടേഴ്സൊന്നും അടുത്തോട്ട് വന്നില്ലല്ലോ. ഇതിൻ്റെ കണ്ണ് തള്ളൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുവാ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ കാശ് രൂപമാണ്, ഞാൻ അത് വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചതാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്കൂടെ 2 കാശ് രൂപം താ, ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ശേഷിച്ച 2 കാശ് രൂപം ആ ടീച്ചേഴ്സിനും കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ അച്ഛനെ പോലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ അച്ഛന് 77 വയസ്സുള്ള അച്ഛനെ പോലും മറന്നാണ് ഞാൻ ഈ മോളുടെ പുറകെ ഓടിയേ. പിന്നെ അച്ഛനെയും കൊണ്ട് പെയ്യെ ഞാൻ നടന്നു. ഞങ്ങൾ ഊണ് മേടിക്കുന്നിടത്ത് വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പോന്നു, ആ ചേച്ചിയെ ഒന്നും കൂടെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നാലും ഇവിടെ കാണാൻ നോക്കാമെന്ന് അവരിങ്ങനെ നോക്കി പോകുമ്പോഴാണ് എനിക്ക് അവരെ ശ്രദ്ധയപ്പെട്ട് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു. ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? അപ്പോൾ പറയുക, ചേച്ചിയെ തിരക്കി ഞങ്ങൾ നടക്കുമായിരുന്നു. ഡോക്ടറൊക്കെ പിന്നെ വന്നത്. ആ മോക്ക് ചേച്ചി അത്രയും പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പകുതി അസുഖം മാറി. ഇപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതും ഡോക്ടർ വന്നതും എല്ലാം. എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല.
പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വൃദ്ധസദനമുണ്ട്. അനാഥരായ അച്ഛനമ്മമാരെയൊക്കെ ഇടയ്ക്ക് പോയി കാണും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ 1-2 പ്രാവശ്യം ഊണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ കായംകുളത്ത് ഹരിപ്പാടൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങൾ, തീരെ അവശരായി കിടക്കുന്നവർക്ക് അവർക്ക് എണ്ണീറ്റ് പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു 5 പൊതിയെങ്കിലും, അത് 5 പൊതിയൊന്നും വെച്ചിട്ട് ഞാൻ ആശാവും കൊണ്ടിരിക്കത്തില്ല. 5 പേരെ കണ്ടെത്തി ഞാൻ എവിടേക്ക് അവർ കിടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് 5 പേർക്കും അവരുടെ കൈകളിൽ തന്നെ ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇതുകൂടാതെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണ അലമാരയുണ്ട്. അവിടെ എല്ലാ മാസത്തും ഭക്ഷണം കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ RCCയിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. കാരണം എൻ്റെ മൂത്തൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്ന 22 വയസ്സ് കാണുമായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന്, തീരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ അവസ്ഥയിൽ. അന്ന് എനിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ എനിക്ക് ഈശോ എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അസുഖം മാറട്ടെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ പ്രായവും അതായിരുന്നു. എനിക്ക് അത്ര പോലെ പക്വതയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ ആ വേദന ഇന്ന് തന്നെ നല്ലപോലെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCC പോകുന്നത്. ഹരിപ്പാട്ടു നിന്ന് RCC വരെ പത്രം കൊടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിനായിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു അതെ, ഇതിനായിട്ട് തന്നെ വന്നേ. കാരണം ഈ നിൽക്കുന്ന RCCയുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചെടികളും ഓരോ മൺതരികളും എൻ്റെ തകർച്ച ഒരു നാൾ കണ്ടതാണ്. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു. എനിക്ക് മാതാവിനെ ഈശോയെ എത്ര ശക്തമായി അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന എനിക്കേ അറിയത്തുള്ളൂ. എവിടെ ചെന്നാൽ എൻ്റെ മോളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് പോയി 2.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ ആന്ധ്രയിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായതാണ് എൻ്റെ മോഹനും. പിന്നെ ഒരു മോളും ഉണ്ട്. RCCയിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും കാശ് രൂപ ഞാൻ പ്രത്യേകം കൊണ്ടുകൊടുക്കും. കാരണം കുട്ടികൾക്കൊന്നും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊടുപ്പിക്കത്തില്ല. അവരുടെ പേരൻസിൻ്റെ ഞാൻ വിവരം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. മാതാവിൻ്റെ പത്രം അവരുടെ തലക്കെട്ട് കഴിവതും വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ RCC പോയി എല്ലാവർക്കും എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ എനിക്കിങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം തകർന്ന ഓരോ മാതാപിതാക്കളും ഇവിടെ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി തന്നെയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാനിവിടം വരെ വരുന്നത്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും. അവരോടൊപ്പം ഞാനും അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. രാവിലെ 7 മണിയുടെ ഹരിപ്പാട് നിന്നുള്ള ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. കഴിവതും അവരോട് തന്നെ ആ പരിസരത്ത് തന്നെ ഞാൻ സമയം ചെലവഴിക്കും. എത്രത്തോളം ആശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കാവോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കൃപാസനത്തിലൊന്ന് വന്നെത്ത്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതെന്ന് തന്നെ ശക്തമായി ഞാൻ അവരോട് പറയും. കാരണം എൻ്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാണ്. നിങ്ങളോട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അവസാനം അവരെനിക്ക് ഉറപ്പും തരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാനിപ്പം നിരന്തരം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് അവിടോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം RCCയിൽ ആദ്യം ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്, ക്യാമറയുണ്ട്, അവർ പത്രം പിടിച്ചു വയ്ക്കും. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും RCC പോകാനാണെങ്കിൽ പോകരുത്, ഭയങ്കര ചെക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രയും ദിവസം പോയിട്ട് തന്നെ ആരും പിടിച്ചു വെച്ചില്ല, ഇനി പിടിച്ചു വെക്കുന്നെങ്കിൽ വെക്കട്ടെ, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആരാണ് SP ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. കാരണം ഞാനൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്, ഒരു കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു അമ്മയാണ്. അതുപോലെ ഒത്തിരി അമ്മമാർ ഈ RCCയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്, അല്ലാതെ ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ലാന്ന് എനിക്ക് പറയാനറിയാം. അപ്പോൾ അവർ ബാക്കി നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ RCC പോകുമ്പോൾ കൂട്ടത്തിൽ അവിടെ SAT ഉണ്ട്, ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, അങ്ങനെ 4 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അടുത്തടുത്ത്. അവിടെ എല്ലായിടവും പോകും. എല്ലായിടവും ഈ ഫ്രഷായിട്ടുള്ള പത്രം കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അതിനെക്കാട്ടി വേദനാജനകമാണ്. വായിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പത്രം താഴെ ഇട്ട് ചവിട്ടി തേക്കുന്നതും കാണാനുള്ള ഇടയായിട്ടുണ്ട്. അത് കാണുമ്പോൾ സഹിക്കത്തില്ല. ഫ്രഷായിട്ടുള്ള പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ജോലി പ്രത്യേകം ഒരു കിറ്റും കൊണ്ടുപോകും. ഈ താഴെ ചവിട്ടി മെതിക്കുന്ന പത്രം എല്ലാം എടുത്ത് കവറിലാക്കി വീട്ടിൽ കൊണ്ടും സൂക്ഷിച്ചു വെക്കും. കാരണം ആ പത്രത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് മാതാവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മാതാവിനെ ഈശോയും വിളിക്കുന്നത്, എൻ്റെ മക്കളോടും പറയും
നിത്യത വരെ നമുക്ക് മാതാവിനെ ഈശോയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും മാതാവിനെ ഈശോയോടും പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ടാണ് ഉടമ്പടി എടുത്ത കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇനി മുന്നോട്ട് മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. ആയവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ 18/9/2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് ലിസി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി ഇടവയിൽ നിന്ന് വരുന്നു. അതിന് ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ 10ാമത്തെ പുതുക്കലിലാണ് നടക്കുന്നത്. വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് 6 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ്. എൻ്റെ 6ാമത്തെ പുതുക്കലിലാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അമ്മ സമയബന്ധിതമായിട്ട് അത് നടത്തി തന്നു. കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ വീടുണ്ടാകുമായിരുന്നില്ല മുൻപ് വിട്ടെങ്കിൽ. എൻ്റെ സ്വന്തം വീട് സഹോദരൻ്റെ കുടുംബവും 6 മാസം മുമ്പ് വരെ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ പറ്റി. അത് അമ്മ ഇടപെട്ട് നടത്തി തന്നതിന് 1000 നന്ദി. അതുപോലെ ആ ഇടവകയിൽ തന്നെ വേറൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചാൽ ജപമാല റായിലെ ഉപവാസം എടുത്ത് പങ്കെടുക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. ഒക്ടോബറിൽ ജപമാല റാലിക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാണ്ട് തീക്ഷ്ണമായിട്ട് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. മാർച്ച് 28 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രത്യേകം എവിടെയെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം സഫലമായിട്ടെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ലൈഫിൻ്റെ അപേക്ഷ വീണ്ടും സാങ്ഷനാക്കി തന്ന് വിളിച്ചു. അതുപോലെ പുതിയ സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പകുതി വില മാത്രമാണ് രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 6 മാസം കാലാവധി ഏപ്രിൽ തീരും. അതിനു മുമ്പ് ബാക്കി 4 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു വഴിയില്ലാതെ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഒരു വ്യക്തി 4 ലക്ഷം രൂപ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ഒരു രേഖയില്ലാണ്ട് ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഏപ്രിലിൽ തന്നെ മുഴുവൻ പൈസയും കൊടുക്കാൻ സാധിച്ചു. അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ കുഴൽക്കിണർ കുത്താൻ വെള്ളം അപ്പുറത്തെ സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ അവർ നന്നായി 24-25 അടി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് ഞങ്ങളൊരു കുഴൽക്കിണർ കുത്തി. അത് കുത്തുന്നതിന് മുമ്പ് അമ്മയുടെ തൈലം, ഉപ്പ്, പിന്നെ തേന ഒഴിച്ചിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. 165 അടിയിൽ ഞങ്ങൾക്ക് സമൃദ്ധമായി വെള്ളം കിട്ടി. ഇപ്പോഴും നന്നായി വെള്ളം കിട്ടുന്നുണ്ട്. ലൈഫിൻ്റെ പണി തുടങ്ങുമ്പോൾ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങൾ വീട് പണി ആരംഭിച്ചത് അമ്മേനെ ഈശോനെ സാക്ഷി നിർത്തി അവിടെ കാവൽ നിർത്തിയിട്ടാണ്. കാരണം ഞങ്ങളവിടെ നിന്ന് ഇല്ലാതിരുന്നുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ 2 ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല. അമ്മയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പണിക്ക് വന്ന ചേട്ടൻ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അത് കറണ്ട് കൊടുക്കണതിന് മുമ്പ് ഇതുകൊണ്ട് വേഗം പോസ്റ്റ് മാറ്റാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നീങ്ങില്ലായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ കാലുവേദന. ഉടമ്പടിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. ഉടമ്പടിയിൽ വന്നത് പിന്നെ കാലുവേദന മാറി. വേദനയുടെ ചെരുപ്പ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് എല്ലാ ചെരുപ്പും ധരിക്കാം. അമ്മയുടെ ഉപ്പും തൈലവും ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഒരു അപകടത്തിൽ നിന്ന് കാത്ത് സംരക്ഷിച്ചത് അമ്മയുടെ കാശുരൂപം ധരിച്ചിട്ടാണ് ഞങ്ങളിന്ന് പോണത്. അതുപോലെ 2 വീലറിൽ പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വീലിൻ്റെ ചക്രം സ്ക്രൂ ഊരിപ്പോയിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. 5-8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറാൻ നിന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. അമ്മയുടെ കാശുരൂപത്തിൻ്റെ വലിയ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി കൊണ്ടുപോയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും. എൻ്റെ കാശുരൂപം വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കോവർക്കേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അക്രൈസ്തവരായാലും അവർക്ക് കാര്യങ്ങൾ സാധിച്ചു. ഇന്ന് വരാനിരുന്നതാണ്, അവർക്ക് പറ്റിയില്ല. അവരിനി ഒരു അടുത്ത തവണ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
അതുപോലെ രോഗികളെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് ഞാൻ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും. സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാ നേരം കേട്ട് നമ്മുടെ ഒരു മോട്ടിവേഷൻ തന്നെ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളാണ്. അല്ലെങ്കിൽ നമുക്കിതൊന്ന് വിട്ടു പോകുന്നൊരു ഭയമാണ്, എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിയാൽ ഏത് വിഷമഘട്ടത്തിലും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ചെറുതും വലുതുമായ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഇവനോട് പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിൽ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ആദ്യം തന്നെ പറയുന്നു. എൻ്റെ പേര് ആൻമരിയ ബൈജു. ഞാൻ കോതമംഗലം രൂപത നെടിയകാട് ഇടവകാംഗമാണ്. ഞാൻ മാർച്ച് 11, 2025 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2024 +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് പഠിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞ് ജർമ്മൻ പഠിക്കാമെന്നൊരു തീരുമാനം വന്നത്. പക്ഷെ എന്നാലും എനിക്കിത് പഠിക്കാൻ പറ്റുമോയെന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ലാംഗ്വേജിൽ എനിക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈശോയുടെ മാതാവിനോട് ചോദിച്ചിട്ട് ഇത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞു, ഒരാഴ്ചയോളം ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞ് ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് ഈ കോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. എനിക്ക് പോസിറ്റീവായിട്ടാണ് മാതാവും ഈശോയും എന്നോട് പറഞ്ഞത്, പഠിക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ 2024 ഏപ്രിൽ 15 പഠിക്കാൻ ആരംഭിച്ചു. A1 A2 ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി. എക്സാമിനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന എക്സാമിന് പാസ്സായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ B1 B2 ആയപ്പോൾ കുറച്ച് ടഫായി തുടങ്ങി. ഞാൻ തന്നെ പഠിച്ചിട്ടും എനിക്ക് പഠിക്കാൻ പറ്റാതെയായി. അങ്ങനെ B1 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തിയ എക്സാമിൽ റീഡിങ്ങിന് ഞാൻ 2 തവണ തോറ്റു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അങ്ങനെ ഞാൻ ഒന്നും കൂടി എഴുതി. 3ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാനപ്പോഴത്തേക്കും B2 എത്താറായിരുന്നു. ഞാൻ B2 എത്തിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം ഞങ്ങളോട് ക്ലാസ്സിൽ വന്ന് ഷെയർ ചെയ്യുന്നത്. അവൾ വഴിയാണ് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനും മാതാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത്. അവൾ ക്ലാസ്സിൽ വന്നിട്ട് അവൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച സുഗന്ധാഭിഷേകവും മാതാവിനെ അവൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റിയ കാര്യമൊക്കെ ക്ലാസ്സിൽ ഞങ്ങളോട് എല്ലാവരോടും വന്ന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അവൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവൾക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, എടി നിനക്ക് ജർമ്മൻ പാടാണെങ്കിൽ നീ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്ക്, നിനക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. പക്ഷെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പം ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. ഞാനങ്ങനെ മാർച്ച് 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് 2025 മാർച്ച് 11 ഉടമ്പടി എടുത്തത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ B2 കഴിയാറായി. ഞങ്ങളുടെ അവസാനത്തെ എക്സാമും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗോയിത്തയിൽ എനിക്ക് എല്ലാവരും തന്നെ ഡേറ്റ് എടുത്ത് തുടങ്ങി. ഓരോരുത്തരായിട്ട് സ്ലോട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ എഴുതണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പുറത്തേക്കൊക്കെ പോയി എഴുതാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും തന്നെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ തന്നെ പോയി എഴുതാനൊക്കെ ആയിരുന്നു പ്ലാൻ. എല്ലാവരും തന്നെ ഏജൻറ്റ് കൂടാതെ തന്നെ സ്ലോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മാത്രം കിട്ടുന്നില്ല. എൻ്റെ ക്ലാസ്സിലുള്ള ഓരോരുത്തരായിട്ട് ഡേറ്റ് എടുത്ത് തുടങ്ങി. എൻ്റെ ബാച്ചിലുള്ളവർ എടുത്തു, ഞാൻ മാത്രം എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ 2 തവണ ശ്രമിച്ചിട്ടും എനിക്ക് മെയിലിന് റിപ്ലൈ ഒന്നും വന്നില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്ക് കിട്ടാത്തത്? ഞാൻ ഓരോ കാര്യം വരുമ്പോഴും മാതാവിനോട് പറയും, മാതാവ് എന്താ എനിക്ക് കിട്ടാത്തത്? പക്ഷേ ഒരുപാട് താമസിയാതെ തന്നെ മാതാവ് എനിക്കതിന് ഉത്തരം തരും. അങ്ങനെ കേരളത്തിൻ്റെ അകത്തെ സ്ലോട്ടൊക്കെ ഏകദേശം തീർന്നു എന്ന് ഏജൻറ്റ് പറഞ്ഞു. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, കേരളത്തിന് പുറത്തേക്ക് സ്ലോട്ടുകൾ അവൈലബിൾ ആണ്, നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ വന്നൊരു ചിന്തയാണ് ബാംഗ്ലൂരിലേക്ക് എടുത്താലോ എന്നുള്ളത്. പക്ഷേ ബാംഗ്ലൂർ പോകാനോ ഞങ്ങൾക്ക് അങ്ങനെ പോകാനൊന്നും അറിയില്ല. പക്ഷേ ആ സമയം തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി ബാംഗ്ലൂരിൽ എക്സാം എഴുതാൻ പോയി. റീഡിങ്ങും ലിസണിങ്ങും ആണ് ആദ്യം എടുത്തത്.
റീഡിങ്ങും ലിസണിങ്ങും ആദ്യം എല്ലാവരും എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ റീഡിങ്ങും ലിസണിങ്ങും എടുത്തു. പഠിച്ചതൊക്കെ അത്യാവശ്യം ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സാം ഹാളിൽ കയറി ഞാൻ ഉപ്പിട്ട് തൈലം തേച്ചാണ് കയറി എക്സാം ഹാളിൽ ഇരുന്നത്. ആദ്യം ഞങ്ങൾക്ക് റീഡിംഗ് ആയിരുന്നു. റീഡിങ് പഠിച്ച പോലെ തന്നെ വന്നു. വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റി. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത് എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് പക്ഷേ പെട്ടെന്ന് എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഞാൻ മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എന്താ എഴുതണ്ടേന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പഠിച്ചത് മൊത്തം മറന്നുപോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ എഴുതണ്ടേന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതെനിക്ക് കിട്ടുമോയെന്നറിയില്ല, എന്നാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ രണ്ടും കൽപ്പിച്ച് കേട്ടതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓരോരോ ഓപ്ഷൻ ഇങ്ങനെ ടിക്കിട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയും വന്നില്ല, ഞാൻ എന്താ എഴുതിയെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ പപ്പയോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് റീഡിങ് കിട്ടുമായിരിക്കും, ലിസണിങ് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റീഡിങ്ങിന് ഞാൻ പാസ്സായി. ഹ്യോറിന് ലിസണിങ്ങിന് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഇരുന്നപ്പം പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും മാതാവിനോട് പറഞ്ഞുള്ളൂ, ബാംഗ്ലൂർ വരെ പോയിട്ട് രണ്ടും തോറ്റു വരാൻ പാടില്ല, മാതാവ് എനിക്ക് ഒരെണ്ണമെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മാതാവിനോട് പരാതിപ്പെടാൻ പോയില്ല. ഒരെണ്ണമെങ്കിലും ദൈവം തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇരുന്നു. പക്ഷേ ഞാൻ പള്ളിക്കോരിൽ പാട്ട് പാടുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഞാനൊരു പിറ്റേ ദിവസം ഞാൻ കുർബാനയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ എന്തായിരുന്നു എനിക്കപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കുർബാനയുടെ ഇടയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത്, നിങ്ങൾക്ക് ലിസണിങ്ങിന് വന്ന റിസൾട്ട് അത് ഫൈനൽ റിസൾട്ട് അല്ല, അത് റീവാലുവേഷൻ ചെയ്യൂന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് മെയിൽ വരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി കുർബാനയുടെ സമയത്താണ് ഇത് വന്നത്. അത് വായിച്ച് അടുത്ത മെയിലെന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി പാസ് ദ എക്സാം എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഗോയിത്തയുടെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ റിസൾട്ട് വന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും ഹ്യോറിന് ലിസണിങ്ങിന് മാത്രം റിസൾട്ട് വന്നു. അങ്ങനെ 40 മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ തോറ്റുപോയത് എനിക്ക് 40 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 60 മാർക്ക് വേണം ജയിക്കാൻ. അങ്ങനെ 63 മാർക്ക് കിട്ടി. ഞാൻ ലിസണിങ്ങിൽ ജയിച്ചു. ഞാൻ തോറ്റുപോയതാണ് പിന്നെ എൻ്റെ മാതാവിനെ ജയിപ്പിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മെറിറ്റ് ആയിരുന്നു 40 മാർക്ക്. പക്ഷെ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്നത് 23 മാർക്ക്. അതെനിക്ക് മാതാവ് കൂട്ടിത്തന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വെളിപ്പെട്ട ആദ്യത്തെ അത്ഭുതമായിരുന്നു ഇത്. അങ്ങനെ ഞാൻ തോറ്റുപോയ ലിസണിങ്ങിന് ഞാൻ വീണ്ടും ജയിച്ചു. 63 മാർക്ക് കിട്ടി ഞാൻ ജയിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി. എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം, നടക്കും എന്നുള്ളൊരു വിശ്വാസമായി. അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് എടുത്തത്. ട്രിവാൻഡ്രത്ത് എടുത്ത സമയത്ത് ഞാൻ സ്പീക്കിങ്ങിന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ എല്ലാ എക്സാമിലും ഞാനൊന്നും ജയിക്കാറൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ച പോലെ തന്നെ എനിക്കൊരു എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എൻ്റെ എക്സാമിനേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് എക്സാം ഹാളിലേക്ക് കയറിപ്പോയത്. അവരാണെങ്കിലും എൻ്റെ നേരത്തെ എക്സാമിന് എഴുതിയ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു അവർ ഭയങ്കര റൂഡാണ്, അവർ നമ്മളോട് ചിരിക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ എക്സാമിനേഴ്സ് ഭയങ്കര കൂളായിരുന്നു. അവർ ഞങ്ങളോട് നല്ല ചിരിച്ച് സംസാരിച്ചു, പേടിക്കണ്ട, നന്നായിട്ട് എഴുതാൻ, നന്നായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ തന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പറഞ്ഞു വന്നപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ആവലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം മിണ്ടാതെ അങ്ങനെ ഇങ്ങിരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, ഈ കൊച്ചു പറയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ്, നീ എന്തിനാ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്, നീ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവാണ് എന്നോടത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവിൻ്റെ മടിയിലിരുത്തി എനിക്ക് പറയാൻ പറ്റണം. ഞാനങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അത്രയും സ്റ്റക്കായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു കോൺഫിഡൻസ്, പെട്ടെന്ന് വായിലിങ്ങനെ സ്പീക്കിങ് എനിക്ക് കിട്ടാൻ തുടങ്ങി, പോയിൻസൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നാലും അവസാനം എത്തിയപ്പോൾ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ഡൗട്ടായി. എൻ്റെ കൂടെ ഇരുന്ന പാർട്ട്ണറിന് അവൾക്ക് നന്നായിട്ട് പറയാൻ പറ്റിയില്ല.
അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് അടുത്തത് എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ പഠിച്ച ഒരു ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് വന്നതെങ്കിലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞേ, മാതാവ് എനിക്ക് സ്പീക്കിംഗ് ഒന്നുകൂടി എഴുതാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം അവരുടെ മുന്നിൽ ഒന്നുകൂടി പോയി ഇങ്ങനെ ഇരുന്ന് പിന്നെയും നമുക്ക് ടെൻഷനാവും. സ്പീക്കിംഗ് എനിക്ക് ഇപ്പം തന്നെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മാതാവ് എനിക്ക് സ്പീക്കിംഗ് തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പെർഫോമൻസിന് എനിക്ക് സ്പീക്കിംഗ് കിട്ടേണ്ട ആളല്ല ഞാൻ. എനിക്ക് 62 മാർക്ക് തന്ന് മാതാവിനെ ജയിപ്പിച്ചു. 60 മാർക്ക് മതി ജയിക്കാൻ, എന്നാലും 2 മാർക്ക് കൂടുതലെന്ന് മാതാവിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് കിട്ടി. അപ്പം തന്നെ ഞാൻ ഹാപ്പിയായി, കാരണം സ്പീക്കിംഗ് ഇനി ഒന്നുകൂടി എഴുതണ്ടല്ലോ. പക്ഷേ എനിക്ക് റൈറ്റിംഗ് എനിക്ക് 39 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇനി മാതാവ് പറയുകയാണ്, നീ ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട് റൈറ്റിംഗ്, നീ പഠിച്ചതൊക്കെ കുറേയൊക്കെ തെറ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് ഒന്നുകൂടി ഇരുത്തി പഠിച്ചു. അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി ഞാൻ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, നിനക്കിത് എഴുതിയാൽ കിട്ടും എന്ന്. അങ്ങനെ അടുത്ത ഡേറ്റ് ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എടുത്തത്. ബാംഗ്ലൂർ റൈറ്റിംഗ് ഗോയിത്തയിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ബാംഗ്ലൂർ റൈറ്റിങ്ങിന് ഒട്ടും പാസ് മാർക്ക് ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു, ബാംഗ്ലൂരിൽ എടുക്കല്ലേ എന്ന്. പക്ഷേ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു, എനിക്ക് മാതാവുണ്ട്, മാതാവ് എനിക്ക് തരും, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു, എഴുതിയത് എനിക്ക് ഇതുവരെ എഴുതിയതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കിട്ടിയത്. എനിക്ക് പെട്ടെന്ന് തന്നെ അത് എഴുതി തീർക്കാൻ പറ്റി. ഒരുപാടൊന്നും ഞാൻ ആലോചിച്ചില്ല, ഞാൻ വേഗം എഴുതുന്നുണ്ടായിരുന്നു. പോയിൻറ്റ്സൊക്കെ ഇടയ്ക്ക് സ്റ്റക്കാവുമോ ഒന്നുമില്ല, ഞാൻ വേഗം എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കൈ വെച്ച് അതിൻ്റെ തമ്മിൽ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന ഒരു ഫീലിംഗ്, എനിക്ക് സുഗന്ധാഭിഷേകവും അതുപോലെ എൻ്റെ കൈയുടെ മുകളിലൊരു തണുത്ത കാറ്റ് വീശുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്തുണ്ട് എന്നൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഒരു എക്സാം നന്നായിട്ട് തന്നെ കഴിഞ്ഞു. റിസൾട്ട് 4 ദിവസം കഴിഞ്ഞ് വന്നപ്പം എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ഉറപ്പിന് മാതാവ് ഉണ്ടായിരുന്നു, മാതാവ് എനിക്ക് തന്നു. 67 മാർക്ക് കൊണ്ട് ഞാൻ ജയിച്ചു. റൈറ്റിങ്ങിന് ബാംഗ്ലൂർ എഴുതിയാൽ ആർക്കും തന്നെ എൻ്റെ അറിവിൽ ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അതൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മൊഡ്യൂളും റൈറ്റിംഗ് മാത്രമാണ് ഞാൻ എക്സ്ട്രാ എഴുതിയുള്ളൂ. ബാക്കി 3 സ്പീക്കിങ്, ലിസണിങ്, റീഡിങ് ഒറ്റ ചാൻസിൽ ഒറ്റ അറ്റംപ്റ്റിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒറ്റ അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തു. റൈറ്റിംഗ് മാത്രം ഒന്നുകൂടി എഴുതിയുള്ളൂ. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം 4 പാസ്സായപ്പോൾ തന്നെ പകുതി സമാധാനമായി. അത് കഴിഞ്ഞാലുള്ള നമ്മുടെ എല്ലാവരുടെയും ആണ് പ്രോസസ്സിങ് നന്നായിട്ട് ചെയ്യും തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അത് ഞങ്ങൾ പോകുന്ന അവിടുത്തെ ഏജൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ടഫാണ്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഈ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എന്താ പ്രിപ്പയർ ചെയ്തത്, എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു മൊത്തത്തിൽ അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് മാതാവ് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ തോന്നിച്ചു തരിക. അങ്ങനെ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റി. നല്ല ചിരിച്ച് കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, മാതാവ് തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞാൻ അതിന് പാസ്സായി. അതിനുശേഷം എനിക്ക് കുറച്ച് മാസം കഴിഞ്ഞ് നവംബറിൽ എനിക്ക് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓൾഡ് ഏജ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ അത്രയും നാളത്തെ ഒരു ജർമ്മൻ സ്പീക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതും എനിക്ക് നന്നായിട്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അത്യാവശ്യം മനസ്സിലായി. അതും നന്നായിട്ട് പറയാൻ പറ്റി. അതും ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ സ്കൂൾ ഇൻ്റർവ്യൂ ആയിരുന്നു. സ്കൂൾ ഇൻ്റർവ്യൂവും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. പക്ഷെ അവരായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരിങ്ങോട്ട് പറയുന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ആയി എനിക്കിത് കിട്ടുമെന്ന്. അങ്ങനെ അതും എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ 3 ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. അത് 3ഉം ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് പറ്റുന്ന കാര്യമല്ലായിരുന്നു ഇതുപോലെ ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാവുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. അതിനുശേഷം എൻ്റെ എൻ്റെ കൂടെയുള്ള എല്ലാവരിലും എനിക്ക് ആദ്യം തന്നെ വിസ വന്നതും ഇതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. വിസയൊക്കെ റിജക്റ്റ് ആവുന്ന ഒരുപാട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിസയൊന്നും റിജക്റ്റ് ആയില്ല. അതിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് വിസ കഴിഞ്ഞ ഫെബ്രുവരി 20
മേടിച്ചു, എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണെങ്കിലും മിനിഞ്ഞാന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, പക്ഷേ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. ഇതിനുപരിയായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു ഭയങ്കര വിശ്വാസി അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്നുള്ളതിലപ്പുറത്തേക്ക് എനിക്ക് കുർബാനയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എനിക്ക് ഭാഷാവരം കിട്ടാനൊക്കെ തുടങ്ങി. അതൊക്കെ ഉടമ്പടിയുടെ ഒരു അനുഗ്രഹം എന്നാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇത്രേ പറയുള്ളൂ, മാതാവേ നമ്മുടെ രണ്ടുപേരുടെയും പേര് സെയിമാണ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ തന്നേ പറ്റുള്ളൂ. ഞാനിങ്ങനെ വാശി പിടിച്ച് പറയായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിലും, അല്ലാതെ എൻ്റെ ഈ ഒരു ജർമ്മൻ ലേണിംഗ് ഫുൾ ജേർണിയിലും മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം 30-ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രോഗികൾ, അതുപോലെ എൻ്റെ റിലേറ്റീവ്സിന് ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്. അവരെയൊക്കെ ചെന്ന് ഞാൻ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെ മുഖം കണ്ട മാതാവിനോട് പറയും, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, നീ കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് കൊടുക്കും. അത് ഓരോന്ന് കൊടുത്തു കഴിയുമ്പോണ്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ദൈവം തന്നെ നമുക്ക് ഉള്ളിലൊരു ആത്മീയ സന്തോഷം നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ പണ്ടൊന്നും അത്ര ദാനധർമ്മം ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അത് മാതാവിനിൽ തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ബസ് സ്റ്റാൻഡിലും ഞാൻ ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഞാൻ ചെന്ന് കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ തൈലം പൂശി നാളെ കൊടുക്കാനുള്ളവർക്കൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ എറണാകുളം തേവയ്ക്കൽ ഇടവകാംഗമാണ്. എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവി ഓഫീസറാണ്, CB ജെയിംസ്. 2019 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യമുണ്ടായത് 4 തവണ കൃപാസനത്തിൻ്റെ പേപ്പർ എനിക്ക് കിട്ടുകയും 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പുതുക്കിയത് സിൽവർ ഗ്രേയിലേക്ക് ഞാൻ കയറുകയുണ്ടായി. 2 തവണ ഇതിനു മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അച്ഛൻ സന്ദേശം ലഭിച്ച ഒരു വലിയൊരു സാക്ഷ്യവും എൻ്റെ കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യവും ഞാൻ 2 വട്ടം യൂട്യൂബിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഇടയിൽ ഇടപെട്ട് സമയച്ചുരുക്കം സംഭവിച്ച് ഞങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹങ്ങളെപ്പറ്റി, എൻ്റെ ഹസ്ബൻഡ് എക്സാം പാസ്സായതിനെപ്പറ്റി ഹസ്ബൻഡ് തന്നെ പറയുന്നതാണ്. ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുന്നു. എൻ്റെ പേര് CB ജെയിംസ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരു 1000 കോടി നന്ദി പറയുന്നു. ഞാൻ മെർച്ചൻ്റ് നേവി ഓഫീസറാണ്. 2nd ഓഫീസറായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2022 ചീഫ് മേറ്റ് എക്സാംസ് കൊടുക്കുന്നതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും എന്നാൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിന് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സാംസ് കൊടുക്കാണ്ട് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പേടിയും കാരണം ഞാൻ എക്സാംസ് കൊടുക്കുന്നത് നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ വെക്കേഷൻസും വരും, എക്സാംസ് കൊടുക്കണമെന്ന ചിന്തയായിട്ട് വരും. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസിൻ്റെ പേടിയും എക്സാംസിനോട് അപ്പിയർ ചെയ്യാനുള്ള ഒരു ചെറിയ ഭയവും ഉള്ളതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം ചെയ്യാമെന്നുള്ള ചിന്താഗതിയിൽ വീണ്ടും സെയിൽ ചെയ്യാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് 2025 എക്സാം ഷെഡ്യൂൾ വന്നപ്പോൾ ജൂലൈയിൽ എക്സാം ഉണ്ടെന്ന് കണ്ട് വൈഫ് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് 2025 ജൂലൈയിലെ എക്സാം കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. 2025 മാർച്ചിൽ ഞാൻ വെക്കേഷൻസിന് വരികയുണ്ടായി. ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുകയും എക്സാംസ് കൊടുക്കണമെന്നുള്ള പൂർണ്ണമായ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ ലാസ്റ്റ് ടൈം വെക്കേഷന് വന്നത്. 2025 മാർച്ചിൽ ഞാൻ തിരികെ വരികയും വീട്ടിലെ കുറച്ച് ഫങ്ഷൻസും ഹോസ്പിറ്റൽ കേസസും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. 2025 ജൂൺ ആയപ്പോഴത്തേക്കും എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ജൂലൈ 1 മാസം കൂടി ഉള്ളൂ എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനും വൈഫും കൂടെ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ഇത്തവണ എന്തായാലും എക്സാംസ് കൊടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. എക്സാംസിന് വേണ്ടി ബുക്ക് ചെയ്തു.
പഠിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റായിട്ടുള്ള പോർഷനാണുള്ളത്. നമ്മളൊരു മാസം കൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ടോപ്പിക്സ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ബൈബിളിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന ഹിൻറ്റുകൾ കൊണ്ട് ഞങ്ങൾ ഓരോ പോർഷൻസ്, പേജസിൻ്റെ നമ്പറുകളൊക്കെ എടുത്ത് ഞങ്ങൾ പോർഷൻസ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് എന്നെ കൂടുതലായിട്ട് സഹായിച്ചത് എൻ്റെ വൈഫ് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വൈഫ് കൂടുതൽ സമയം ചിലവഴിച്ച് അതിനു വേണ്ടിയിട്ട് എനിക്ക് പോർഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരികയുണ്ടായി. ബാക്കി എല്ലാ സ്റ്റുഡൻസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പായിട്ട് പോയിട്ടിരുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക, കാൻഡിഡേറ്റ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ സാഹചര്യത്തിനകത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിച്ചിരുന്നത്. അങ്ങനെ 2025 ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാംസിന് പോകുന്നതിന് മുൻപായി വൈഫ് വിശേഷവിധിയായിട്ട് 5 പേപ്പറാണുള്ളത്. അതുകൊണ്ട് 5 ജില്ലകളിൽ പോയി പത്രം വിതരണം ചെയ്യാമെന്ന് നേർന്നു. ഞാൻ എക്സാംസിന് പോകുന്നതിന് മുമ്പായി നേർച്ച വസ്തുക്കൾ എല്ലാം തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എക്സാം പേപ്പറിൽ തൈലം പുരട്ടുകയും എല്ലാം ചെയ്തു. 5 പേപ്പർ കംപ്ലീറ്റ് ചെയ്തതിനകത്ത് 2 പേപ്പർ എനിക്ക് ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കത് കിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു തോന്നലുണ്ടായി. കാരണം എനിക്ക് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അതെനിക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എങ്കിലും പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ കയ്യിലുള്ള ഉപ്പും തൈലവും പുരട്ടി തന്നെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് മന്താണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വരുന്നത് വരെ ഡെയിലി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ ചെക്ക് ചെയ്യാൻ പോകുന്ന ഇൻവിജിലേറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, പേപ്പേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ നെക്സ്റ്റ് മന്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും വിചാരിച്ച 2 പേപ്പർ ഉൾപ്പെടെ എല്ലാ 5 പേപ്പറും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുകയും എല്ലാം തന്നെ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് നടത്തി എനിക്ക് എല്ലാം തന്നെ പെട്ടെന്ന് തന്ന് തിരുകുമാരനും കൃപാസന മാതാവും എനിക്ക് പേപ്പേഴ്സ് എല്ലാം തന്ന് എക്സാം പാസ്സാക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വൈഫ് വിവരിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ മെറിറ്റ് ഞങ്ങൾക്ക് തീർത്തും കുറവുകൾ ഒരുപാട് കൂടുതലുമായിരുന്നു. കാരണം ഈ എക്സാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണ്, ഗ്രൂപ്പ് സ്റ്റഡി പറ്റുന്നില്ല, അതുപോലെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു 2025 മുതൽ എൻ്റെ കയ്യിൽ ഉടമ്പടിയാണുള്ളത്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആയുധം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനതിന് കൂടുതൽ സപ്പോർട്ടും ചെയ്തില്ല ഹസ്ബൻഡിനെ. കാരണം അങ്ങനെ ഒരു മെറിറ്റ് നമുക്കില്ലാത്തപ്പോൾ എന്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഗ്രേസ് അവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 2025 മുതൽ 2007 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നിലേക്ക് എടുത്ത് അതിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ എഴുതി പഠിക്കുന്ന ഹസ്ബൻഡിന് തൈലം പൂശി ഉപ്പിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയും ഹസ്ബൻഡ് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. അച്ഛൻ ഇവിടുത്തെ ധ്യാനത്തിൽ പറയുന്ന ഡേറ്റുകൾ 4, 5, 7, 10 എന്നൊക്കെ അച്ഛൻ ആ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ഡേറ്റുകളിലുള്ള വരുന്ന പേജസിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ബുക്കിലെ ആ പേജസ്, അതുപോലെ സെപ്റ്റംബർ 8, മാതാവിൻ്റെ ഡിസംബർ 7 ഇങ്ങനെയുള്ള ഡേറ്റുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുകയും അവിടുന്ന് പ്രിപ്പയർ ചെയ്യുകയും, കാരണം ഹസ്ബൻഡിൻ്റെ മെമ്മറി കുറച്ച് പ്രശ്നമാണ്, പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല, കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ ഗ്രേസിൽ മാത്രം വർക്ക് ചെയ്ത് ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് സമയച്ചുരുക്കം സംഭവിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയും ചേർന്ന് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു ഹോം ലോൺ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ആ ഹോം ലോൺ കൊറോണയ്ക്ക് ശേഷം മൊറട്ടോറിയം ഞങ്ങൾക്ക് ഓഫർ കിട്ടുകയും ഇതിൽ ഗ്രാജുവലി നമുക്കതൊരു 11.3% ഇൻട്രസ്റ്റിലേക്ക് അത് പോവുകയും ചെയ്തു.
അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ജോലി ഉള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല സാലറി ഉള്ളത് കൊണ്ടും നമുക്ക് ഈ കാര്യങ്ങളൊന്നും പോകുന്നതിന് എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലും ലോൺ ഇങ്ങനെ പോകുന്നതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഇത്തവണ 2024 നാട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ ആവലാതി പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ലോൺ ഇച്ചിരി കൂടുതലായിട്ട് പോകുന്നുണ്ടല്ലോ, അവർ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നുണ്ട്, വിളിച്ചാലൊട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നമുക്കെല്ലാം ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾ നാട്ടിലില്ലാത്തത് കൊണ്ട് വാട്സപ്പ് കോൺടാക്റ്റ് പുറത്ത് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 4-5 ബാങ്കുകൾ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് കണക്ട് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യുകയും, വാല്യുവേഷനിൽ വരുമ്പം പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മുടെ ലോൺ എമൗണ്ടുമായിട്ട് ശരിയാവാത്തത് കൊണ്ട്, ലോൺ എമൗണ്ട് അതിൽ കൂടുതലായതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ബാങ്കുകാർ റിജക്റ്റ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. അവർ തന്നെ കൊടുത്ത ഏകദേശം ഒരു 4-5 ബാങ്കുകൾ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വർഷം കടന്നുപോയി. 2025 നാട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ പോകുന്നത് ഞങ്ങളെ കുറച്ച് ബാധിക്കും എന്ന് വരുന്നത് കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നു, ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല, എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട്. ഇങ്ങനൊരു ആവലാതി ഹസ്ബൻഡ് തന്നെത്താനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ലോസ് എത്രമാത്രം വരുന്നെന്നും ഒരു വർഷം എത്രമാത്രം എമൗണ്ട് നമുക്ക് നഷ്ടം വരുന്നെന്നും ഇത് ഇതിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലാഭം വരുന്നെന്നും ഒക്കെയുള്ള കാര്യം മനസ്സിലാവാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങിപ്പോയിട്ട് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപ്പ് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ബാങ്കിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. കാരണം അവരെ തന്നെ വിളിക്കണം എന്നുള്ളത്. കാരണം ഇതിനു മുന്നേ അവരും ഒരു തവണ വന്ന് പോയതാണ്, പക്ഷേ റിജക്റ്റാക്കി. അതിൻ്റെ കാരണം അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിരുന്നുമില്ല. അത് ഏകദേശം മൊറട്ടോറിയം എടുത്തിട്ടുള്ള ഗ്യാപ്പ് ചൊവ്വിന് ആയിട്ടില്ല. അത് നിങ്ങൾ എടുത്തതിന് ശേഷമുള്ളൊരു ഗ്യാപ്പ് ഏകദേശം ഇത്രയും വർഷം കഴിഞ്ഞാൽ മാത്രം തരാമെന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അപ്പം ഈ ബാങ്കിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വിളിക്കുകയും ഒരു പുതിയ മാനേജറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പഴയ മാനേജർ ഉണ്ടായിരുന്നില്ല, പുതിയ മാനേജർ ഉണ്ടായിരുന്നത്. ഞാൻ സംസാരിച്ച ഉടനെ തന്നെ എൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ഹസ്ബൻഡ് പഠിക്കുകയാണ് മുകളിലിരുന്ന്. ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുള്ളൂ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കൂടെ കടന്നുപോയി, പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരാറ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാരമില്ല, നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കൾ, മാതാവിൻ്റെ കാശുരൂപം, അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ടോണ്ട് തന്നെ അവിടെ പോയി അവരോട് സംസാരിച്ച് പിറ്റേ ഒരു ജൂലൈ 3 ആയപ്പോഴത്തേനും ഞങ്ങൾ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഓഗസ്റ്റ് എൻഡ് ആയപ്പോഴത്തേനും ലോൺ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓഗസ്റ്റിൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിന് പരിശുദ്ധ അമ്മയോട് കാണാൻ വേണ്ടിയിട്ട് നന്ദി പറയാൻ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കോള് വന്നു. കാരണം ഇത് സ്കെച്ച് കൊടുത്തതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടിയുടെ കാണിക്കുന്നില്ല, സ്ക്വയർ ഫീറ്റ് കുറവാണ് കാണിക്കുന്നത്, അപ്പോൾ ഇച്ചിരി എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ബാക്കിയെല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല, ഇച്ചിരി ഒരു എമൗണ്ടും കൂടെ കൂടുതൽ കൊടുക്കണം. അതപ്പോൾ നമുക്ക് സംബന്ധിച്ചൊരു കൂടുതൽ എമൗണ്ടും ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ഒരു സാരി എടുത്ത ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി ഞങ്ങൾ തമ്മിൽ ടോക്ക് കേട്ടിട്ടാണോ എന്നറിയില്ല, അവിടെ അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷേ അമ്മച്ചിയുടെ ആ പ്രായത്തിനേക്കാട്ടിലും നല്ല അറിവുള്ള ഒരു സംസാരം പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. നാട്ടിൽ വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ആ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, പരിശുദ്ധ അമ്മ ഏത് രൂപത്തിലും നമ്മുടെ ഇടയ്ക്ക് വരും എന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പേഴ്സണൽ ടോക്ക് ഇങ്ങനെയൊരു വിളി വന്നു, ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ നിൽക്കാതെ ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ആ എൻ്റെ മാനേജറിനുമായിട്ട് നല്ല രീതിയിലൊന്ന് സംസാരിച്ച് നോക്ക്, നല്ല ഇടപെടലുകൾ നടത്തി നോക്ക്, പിന്നെ കുറച്ച് പൈസ എന്താണെങ്കിലും കൊടുക്കേണ്ടി വരും, ഒരു ഹാഫ് എമൗണ്ടോളം കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരു സംസാരിച്ച് അതിലൊന്ന് തീർപ്പിച്ച് നോക്കുക എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയൊന്ന് ആ അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്ക്, സംസാരിക്ക്. എന്നിട്ട് ഹസ്ബൻഡ് പോയി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അമ്മച്ചി ശരി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയെ പിന്നെയും കണ്ടു കേട്ടോ. കുറച്ച് നേരം അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എമൗണ്ട് കുറച്ച് തന്നിട്ടുണ്ട് അവർ, ഞങ്ങൾക്കൊരു താങ്ങാവുന്ന എമൗണ്ട് ആയിരുന്നു, ഞങ്ങളത് വേഗം തന്നെ സിസ്റ്ററിനോട് ചോദിച്ച് അറേഞ്ച് ചെയ്യുകയും കൊടുക്കാൻ പറ്റുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയുകയും ചെയ്തു ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പം ഉടനെ തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പ്രായത്തിനെ കവിഞ്ഞൊരു അറിവുള്ള ഒരു അമ്മച്ചിയായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു. ഒന്നും ആലോചിച്ച് പോലും നിൽക്കുന്നുണ്ടായിരുന്നില്ല അമ്മച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അവിടുത്തെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടന്നു. നമുക്ക് മാതാവിൻ്റെ സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞൊരു ദിവസത്തിന് ആ ഒരു സമയത്ത് തന്നെ ഫോർക്ലോഷർ ലെറ്റർ കിട്ടി. കാരണം ആ ബാങ്കിൽ നിന്ന് നമ്മൾക്ക് ടേക്ക് ഓവർ ചെയ്ത് മറ്റു ബാങ്കിലേക്ക് പോകുന്നതിന് കുറച്ച് ഡിലേ ആക്കി അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ നിരന്തരമായി മാതാവിൻ്റെ ആ ഒരു ഡേറ്റിന് സമയത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുകയും നമുക്ക് 11.3 7.5 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നാഷണൽ ബാങ്കിലേക്ക് തന്നെ നമുക്ക് ആ ലോൺ ടേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ പറ്റി. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഒരു ഇടപെടലുകൾ മൂലമാണ്. കാരണം ആ മാനേജർ മാറി വന്നു, വാല്യുവേഷൻ വന്നപ്പം വാല്യുവേറ്റർ വന്ന് റേറ്റ് ഇട്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് റേറ്റ് പക്കയായിരുന്നു, ഒരു കുഴപ്പമില്ല. അത് നേരത്തെ വന്ന് ഓൾറെഡി ഈ റേറ്റ് ഇട്ടുകൊണ്ട് പോയ അതേ വാല്യുവേറ്റർ തന്നെയാണ് ആദ്യം രാവിലെ കോള് വിളിച്ചപ്പോൾ ഞങ്ങൾ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായി. ആ ആൾ തന്നെയാണ് വന്ന് ആൾ പുറത്ത് നിന്നതേ ഉള്ളൂ. മഴയുണ്ടായിരുന്നത് കൊണ്ട് പുറത്ത് നിന്ന് കോട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഫോൺ തന്നിട്ട് പോയി റൂമിലേക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിരുന്നു വീട്ടിൽ. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മൂലം ഞങ്ങൾ ചിന്തിപ്പിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതിനെ ഓർത്ത് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പയുടെ ഡിസംബർ 22 ഒക്കെ ആയപ്പോൾ പപ്പയ്ക്ക് നല്ല മോഷൻ പോകുന്ന കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് വയറുവേദന അധികം ഇല്ല, പക്ഷേ പപ്പയ്ക്ക് ബ്ലീഡിങ് നന്നായിട്ട് പോവുകയാണ്. പമ്പ് ചീറ്റണത് പോലെ അങ്ങനെ അങ്ങ് പമ്പിൽ നിന്ന് വരുന്നത് പോലെ പൊക്കോണ്ടിരിക്കുക പോകുമ്പോഴൊക്കെ. അപ്പോൾ 2 ദിവസമായിട്ടും ഇവർ ഞങ്ങളെയൊന്നും അറിയിച്ചില്ല. കൂടുതലും മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാക്സിമം പോകുന്ന പേരൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അറിയില്ല. 2ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓട്ടോയിൽ പോകാനായപ്പോഴത്തേനാണ് മമ്മി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുവാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസ് ആണ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ മരുന്ന് എന്തായാലും ബ്ലീഡിങ് കുറയാനുള്ള മെഡിസിൻസ് കൊടുത്തു. ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല. പപ്പ ചെറിയതായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, അതനുസരിച്ച് കഴിച്ചുകൊണ്ട് പോന്നു. 25-ാം തീയതി ഞങ്ങൾ ക്രിസ്മസിന് വീട്ടിൽ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ 26-ാം തീയതി എന്താണെങ്കിലും സ്കാനിങ്ങിന് പപ്പയോട് സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ കാണാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം HP നോക്കിക്കൊണ്ടിരിക്കണം. HP ആദ്യം പോയപ്പോൾ 11.2 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-ലേക്കായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിൽ പോയി CT സ്കാൻ ചെയ്തു. അതിനകത്തൊരു കുഴപ്പവും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ തിരിച്ചു വന്ന് എൻഡോസ്കോപ്പി ചെയ്യണം ഡോക്ടർ പറഞ്ഞു. അപ്പം HB നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ സ്കാനിങ്ങിന് ഡോക്ടറെ റിസൾട്ടുമായിട്ട് കാണിക്കാൻ പോയ സമയത്ത് HB ചെക്ക് ചെയ്തപ്പം HB 7-ലേക്കായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് നടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ അമ്മയുണ്ട്, ഒരു 90 വയസ്സുള്ളത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പപ്പയും മമ്മിയും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം പപ്പ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. ആൾക്ക് ഒരിടത്ത് പോയി അങ്ങനെ കിടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാറൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസിൽ നിന്ന് വരുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, ശീലവും ഇല്ല. അപ്പം പപ്പയെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു വന്നു. വീട്ടിൽ വന്ന് പപ്പ മമ്മി പൂർണ്ണമായിട്ടും പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പും എല്ലാം തൈലം പപ്പയുടെ വയറിലും നെറ്റിയിലും എല്ലാം പൂശി പിറ്റേ ദിവസം അഡ്മിറ്റ് ആകാമെന്നുള്ള തീരുമാനത്തിലെല്ലാം പാക്ക് ചെയ്ത് ഇവർ പോയി. അവിടെ ചെന്ന് HB നോക്കിയപ്പം 7 ആയിരുന്ന HB 10-ലേക്കായി. അപ്പോൾ ഒരു വിശ്വാസം ഞങ്ങളുടെ ഭയങ്കരമായിട്ട് അത് ഉയർന്നു. കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു 7 ആയ സമയത്ത്.
വിളിച്ചു പറഞ്ഞ സമയത്ത് വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഞാൻ പപ്പ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളാണ്. 10 ഏക്കർ സ്ഥലത്താണ് പപ്പ പാട്ടത്തിനെടുത്തിട്ട് റബ്ബർ വെട്ടുന്നത്. അത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ 10 ഏക്കർ സ്ഥലത്ത് ഒരു 1500 മരമേ ഉള്ളൂ. അപ്പോൾ ഒരു മരം കഴിഞ്ഞിട്ട് അടുത്ത മരം എന്ന് പറയുന്നത് നല്ല ഗ്യാപ്പിട്ടാണുള്ളത്. അപ്പോൾ ഇത് പപ്പ ഏണി വെച്ചിട്ട് കയറി നിന്നൊക്കെയാണ് ചെയ്യുന്നത്. ഞാനവിടെ പോയപ്പോൾ കണ്ടിരുന്നു. ഒരു ദിവസം എന്നെയും കൊണ്ട് കാണിച്ചിരുന്നു ഞങ്ങൾ അവധിക്ക് ചെന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും വെച്ചിട്ടാണല്ലോ പപ്പ ഈയിടെ ഈ HB 7 ഒക്കെ ആയത്. സാധാരണഗതിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരൻസ് വളരെ ബുദ്ധിമുട്ട്, ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് നമ്മൾക്ക് കാര്യങ്ങൾക്കകത്ത് കൊണ്ട് നടക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവർ ഞങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തു പോകുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, മക്കൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു കരുതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ 7 ആണെന്ന് അറിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിഷമത്തോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം 10 ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സന്തോഷമായി. മാതാവ് ഇതിനകത്ത് എന്താണെങ്കിലും ഇടപെട്ടു എന്ന് എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്ന് ഞാൻ എഴുതി, എന്ത് തന്നെയാണെങ്കിലും ബ്ലീഡിങ് വന്നതായി, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, അതെനിക്ക് സർജറി കൂടെ മരുന്ന് കൊണ്ട് മാത്രം പോകുന്ന ഒരു കാര്യമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുത്തണം. കാരണം പപ്പയ്ക്ക് അത് താങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുക, പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് വരിക, ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടവരുത്തരുത് എന്നുള്ളത് ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് പപ്പയുടെ എൻഡോസ്കോപ്പി ചെയ്തപ്പം ഒരു കുഴപ്പമില്ല. പക്ഷേ കൊളോണോസ്കോപ്പി ചെയ്തപ്പോഴത്തേനും കുടലിൽ കുരുക്കളുണ്ടായിരുന്നു 3 അതിനകത്ത് 1 പൊട്ടിയതാണ് ബ്ലീഡിങ് വന്നതെന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ അതെടുത്തു ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി കഴിഞ്ഞു 7 ദിവസത്തെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ആരും ഒന്നും അനങ്ങിയില്ല, അതിനകത്തൊന്നും ചോദിക്കാനൊന്നും പോയിരുന്നില്ല. ഞാൻ 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ റിസൾട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 8 ദിവസം ആയാലും ഇപ്പോൾ ആകേണ്ടതാണ്, ഒന്നുകൂടെ നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അക്ഷയയിൽ ID കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കുമോ നോക്കുമോ എന്ന് ചോദിച്ച് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ സാധാരണഗതിക്ക് കൃപാസനത്തെ പറ്റി ഞാൻ പറയാത്ത സ്ഥലങ്ങളില്ല. അപ്പം എവിടെ ചെന്നാലും ഞാൻ മാതാവിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഇവരിങ്ങനെ OTP ചോദിച്ചുകൊണ്ടിരിക്കുകയും അക്ഷയാണ് ഒരുപാട് ക്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി സംസാരിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവരിങ്ങോട്ട് എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകാറുണ്ടോയെന്ന്. അപ്പം എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ അപ്പോൾ തന്നെ നന്നായിട്ട് പറയാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലത്താണ്, ഞങ്ങൾ പോകുമ്പോൾ കൃപാസനത്തിൽ കയറാറുണ്ട്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കോള് വിളിക്കുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം എന്താണെങ്കിലും മാതാവ് റിസൾട്ട് തരുന്നു, മാതാവിൻ്റെ ഒരു പേര് എവിടെ വന്നു, എന്താണ് റിസൾട്ട്. ഈ നിമിഷം തന്നെ അത് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു, മെയിൽ അയച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ റിസൾട്ട് നോക്കിയപ്പം ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവാണ്. അത് റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർക്ക് കണ്ടപ്പോഴത്തേനും മരുന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല, കുറച്ച് ദിവസത്തെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഡയറ്റ് വഴി മാത്രം നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലാതെ പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു പപ്പ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വരണം, ഞാനിത് സാക്ഷ്യമായിട്ട് പറയുമെന്ന് ഞാൻ പറയുക മാതാവിനോട്, സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേനും നിങ്ങൾ പോയാൽ മതി, ഞാൻ വരാമെന്ന രീതിയിലൊക്കെ പപ്പ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പിന്നെ എന്നാൽ ഞാൻ ഇവിടെ വന്ന് പറയാം, ഇപ്പോൾ സമ്മതിക്കുമോ എന്നറിയില്ല എന്നൊരു രീതി നിന്ന്. പക്ഷേ പപ്പ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും എല്ലാം സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ കാര്യങ്ങളിലേക്ക് പോകുണ്ടെന്ന കാര്യം വളരെ ചുരുക്കത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടന്നു തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞല്ലോ, 5 ജില്ലകളിൽ കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അമല മെഡിക്കൽ സെൻറ്റർ, ക്യാൻസർ സെൻറ്ററുകളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. 2019 മുതൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ 8, 9, 10 എനിക്കൊന്ന് 450 പേപ്പറോളം ഒക്കെ ആ സമയങ്ങളിൽ തന്നെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നതാണ്, വാർഡുകളിലെല്ലാം കയറി ഇറങ്ങിയായിരുന്നു. അതിനെനിക്കൊരു മടിയുമില്ല. ഇപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ചോറ് പൊതികൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നാട്ടിലുള്ള സമയമാണല്ലോ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കുറച്ചുകൂടെ ആണുങ്ങൾ കുറച്ചുകൂടെ ഡയാലിസിസ് അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ അർഹതപ്പെട്ടവരായിട്ടുള്ള
കൊള്ളാം. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ മേടിക്കും. പിന്നെ നമ്മൾക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് മെർച്ചൻ്റ് നേവി ഓഫീസേഴ്സിൻ്റെ, അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഇവരുടെ അവസ്ഥകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജോലിയും തിരക്കും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ളവരുണ്ട്. അവർ ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഓരോ 2 പൊതിച്ചോറുകൾ മേടിക്കാറുണ്ട്. ഒരുമിച്ച് കളക്ട് ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളവരെ ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കും. എന്നിട്ട് ഒരുമിച്ച് ഒരു അനാഥാലയത്തിൽ കൊടുക്കുകയും. അതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായത് ഇത്രയും നാളായിട്ട് എനിക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെ ഇറങ്ങി അങ്ങ് പോകാൻ പ്രേക്ഷിത പ്രവർത്തനം പോയി കുറച്ച് നേരം ചെയ്താൽ തിരിച്ചു വരാൽ. പക്ഷേ ഈ രാവിലെ 4 മണിക്കൊന്നും എഴുന്നേറ്റ് കുളിപ്പിക്കാനൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഇതിപ്പോൾ സിൽവർ ഗ്രേയിലേക്കായി എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഇത്രയുമല്ല ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുണാലയത്തിൽ പോയിട്ട് 4 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്. അവിടെ ചെന്ന് ഞാൻ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അത് മെയിൽ വാർഡായിരുന്നത് കൊണ്ട് ഹസ്ബൻഡിനാണ് കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നത്. ഹസ്ബൻഡിന് കുട്ടികളുടെ തന്നെ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഹസ്ബൻഡ് ഏകദേശം 6-7 പേരോളം ഒരുമിച്ച് നിന്ന് ഓരോരുത്തരെ മാറ്റി കുളിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുള്ള ഒരു ഞങ്ങൾക്ക് അവസരം ഈ ഉടമ്പടി വഴിയായിട്ടാണ് ലഭിച്ചത്. ആത്മീയ ജീവിതത്തിൽ വളരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന 2024 മുതൽ ഞങ്ങൾ 25 വരെ 25-ലും 1 ഞങ്ങൾ കുർബാന അടുപ്പിച്ച് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണും. കുർബാന ഒരു 5 മിനിറ്റ് ലേറ്റായി എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത എടപ്പള്ളി വരെയാണെങ്കിലും നമ്മുടെ കാക്കനാട് നിന്ന് പോയിട്ട് അവിടെ കാണുകയുള്ളൂ കുർബാന. അത്രയും ദൈവത്തോട് അടുക്കാനുള്ള ഒരു ഭാഗ്യം നൽകി. അതുപോലെ തന്നെ ആൾത്താരയോട് ചേർന്ന് കുറച്ചുകൂടെ കൂടുതൽ ഈശോയുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ എന്നെ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ലേഖന വായന, അതുപോലെ കൊയറിൽ നന്നായി പാടും ഞാൻ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, എപ്പോഴും ഫിയർ, അതിനകത്തേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാറ് തന്നെ എന്നെ നിർബന്ധിച്ച് എന്നെ കൊയറിലേക്ക് അംഗമാക്കുകയും ഞാൻ പിന്നെ നിരന്തരം കൊയറിൽ പാടാനൊരവസരം അങ്ങനെ, അതായത് അവിടെ നിന്ന് കുർബാന കൂടാതെ ഒരുപടി മുന്നിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വിട്ടുള്ള ഒരു കളിയിൽ എനിക്കില്ല. കാരണം ബൈബിൾ വായിക്കും ഞാൻ നന്നായിട്ട്. എപ്പോഴും എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ബൈബിൾ വായിക്കണം. എനിക്ക് വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളിടിച്ച് നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ വചനം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കും. കാരണം ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടാവാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉടമ്പടിയാണ് എൻ്റെ ജീവിതം. ഈ മാതാവ് എന്നെ കൊണ്ട് നടക്കുന്നതാണ്. അത് കാരണം കൊണ്ട് എനിക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതൊന്നും ആലോചിച്ചുകൊണ്ടല്ല, ഞാനിങ്ങനെ അച്ഛനോട് ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഇതാണ്, ഇങ്ങനെയാണെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിലേക്ക് നോക്കുന്ന കുരിശും കണ്ട്. അതോടെ ആ സ്വപ്നം അവിടെ തീർന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ളൊരു സ്വപ്നമാണ് ഞാനതെന്ന് വിചാരിക്കുന്നു. ഞാൻ ജോസഫ് അച്ഛനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അച്ഛനെ നന്നായിട്ട് തന്നെ കണ്ടു. കാരണം നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് കിടക്കും. പക്ഷേ പരിശുദ്ധ ഇതെങ്ങനെയൊന്നും ഒരു സ്വപ്നത്തിലേക്ക് വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അച്ഛനെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടിരുന്ന് സംസാരിക്കുന്നതായിട്ട്, അപ്പോൾ ഞാൻ അവലാതി പറയുന്നതും അച്ഛൻ തിരിച്ചു പറയുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം, അതൊരു വലിയൊരു സാന്നിധ്യമാണ്. പിന്നെ ഒരു കാശുരൂപം, ഞങ്ങൾക്കൊരു മിറാക്കിളൊരു സംഭവിച്ചതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി, അതൊന്ന് പറയാം. പരിശുദ്ധ 2023 ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും 2024 ഷിപ്പിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാശുരൂപം കളഞ്ഞു പോവുകയും, അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഷിപ്പിൽ പോയതാണോ നാട്ടിൽ പോയതാണോ എന്നുള്ള ഒരു ശരിക്കുള്ളൊരു ഐഡിയ ഹസ്ബൻഡിനില്ല. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി കുറേ ദിവസങ്ങൾ തപ്പി നടക്കുകയൊക്കെ ചെയ്ത്, എന്നാൽ ഷിപ്പിലായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. മനസ്സമാധാനത്തിൽ ഇങ്ങനെ അലച്ചിലുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2025 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ആ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പം ഓൾറെഡി ഉടമ്പടി ഉണ്ടല്ലോ നേരത്തെ എടുത്തത്, അപ്പോൾ പുതുക്കിയാൽ മതിയല്ലോ. അപ്പം പക്ഷേ കാശുരൂപമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരാശങ്കയായി, എന്ത് ചെയ്യും, ഉടമ്പടി പുതിയതെടുക്കണോ, ഇങ്ങനെ ഒരു ആശങ്കയിൽ നിന്ന സമയത്താണ് നമ്മൾ കാറ് മേടിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് പുറത്ത് പോയപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിൽ ഈ പേഴ്സ് യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഈ പേഴ്സിൽ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം എവിടെയും മറന്നു വെക്കും, എല്ലാം കാണാതെ പോവുകയും ചെയ്യും. പേഴ്സ് കൊണ്ടായാലും മറന്നു വെക്കും, ATM കാർഡ് എല്ലാം കാണാണ്ട് പോവും. അപ്പം ക്രെഡിറ്റ് കാർഡ് ആൾ പോക്കറ്റിലിട്ടിരുന്നത് കാണാണ്ട് പോയി, മിസ്സായി. തിരിച്ചു വന്നു, വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞില്ല,
വീണ്ടും ആൾ പോയി മെട്രോ സ്റ്റേഷനും ഒക്കെ പോയി തപ്പിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ രാത്രി കുരിശ് വരയ്ക്കാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ്, ഇനി അത് ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് പുതിയത് എടുത്തിട്ട് ഇത്രയും സമയം എടുക്കുകയും ചെയ്യുമല്ലോ വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് തന്നെ ഉണ്ടാവും പേഴ്സിനെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് പോയിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ പേഴ്സിൽ ചില്ലറ തുട്ടുകളും അച്ഛൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് തന്ന ചെറിയ കാശ് രൂപവും ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഇതിനകത്ത് ആ ചെറിയ ഇത് തുറന്ന ഉടനെ തന്നെ ഈ വലിയ കാശ് രൂപവും അതിനകത്ത് ഇരിക്കുകയാണ്. വലിയൊരു മാജിക് സംഭവിക്കുന്നത് പോലെ. കാരണം ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ തപ്പി നടന്നാണ് ഈ എക്സാമിന് പോകുന്ന ഇത്രയും ദിവസങ്ങളും ഞങ്ങൾ ഈ പേഴ്സ് തന്നെ തുറന്നാണ് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തേച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛൻ തന്ന കാശ് രൂപം എടുത്ത് അതിലേക്ക് ഉപ്പ് തേക്കുകയും തൈലം തേക്കുകയും ഉപയോഗിക്കുകയും എപ്പോഴും യൂസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനകത്ത് അന്നൊരു ദിവസം ഈ ക്രെഡിറ്റ് കാർഡ് കാണാതെ പോയ ദിവസം തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ ഈ കാശ് രൂപം ഇതിനകത്താണ് ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. പരിശുദ്ധാമ്മ സംഭവിപ്പിച്ച ഒരു വലിയ മാജിക് പോലെ സംഭവിച്ച ഒരു കാര്യം, വലിയൊരു മിറാക്കിളാണ് ഞങ്ങൾക്കത് തിരിച്ചു തന്നത്. അതുകൊണ്ട് ഉടമ്പടി ഞങ്ങൾ പുതുക്കുക. പരിശുദ്ധാമ്മ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നു. അമ്മയുടെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയത് സുഗന്ധാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു സുഗന്ധാഭിഷേകം. സ്വപ്നം കാണാറുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എനിക്കൊരു സുഗന്ധാഭിഷേകം കിട്ടണില്ലല്ലോ, അതെങ്ങനെയാണ്? മഴവില്ലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി 2 ആഴ്ചയ്ക്ക് മുകളിലായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മെയ് 1-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ തിരിയിൽ ഇങ്ങനെ ഒരു രൂപം മുകളിലേക്ക് പൊങ്ങി അത്രയും ഭാഗത്തെ തിരി കത്തണില്ല. ഇതാണ് ഫോട്ടോയായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തിരിയായിട്ട് തന്നെ വന്ന് സിസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വേറെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് സിസ്റ്റർ പറഞ്ഞായിരുന്നു കയ്യിൽ വെച്ച് വയ്ക്കാൻ. ഇപ്പം ഞാനിത് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ്. ഇതിൽ നന്നായിട്ട് മാതാവിനെ നമുക്ക് തെളിഞ്ഞ് കാണാം ഈ ഫോട്ടോയിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പം ഇങ്ങനൊരു രൂപം, അതിനകത്തൊന്നുമില്ല. പിറ്റേ ദിവസം വരയായിട്ട് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസവും 3-4 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു രൂപമായിട്ട് വന്നത്. അതിൽ നമ്മൾ തിരി കത്തിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തെളിഞ്ഞ് കാണും. ഇത് ഫോട്ടോ കൂടി എടുത്ത സമയത്ത് നന്നായിട്ട് മാതാവിനെ ഇതിനകത്ത് കാണാം. നമ്മൾക്ക് ഹാർട്ട് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തിരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുഗന്ധാഭിഷേകമാണെങ്കിൽ എനിക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളായിരുന്നു. ഞാനിത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമ്പം അവരത് വിശ്വസിക്കണമെന്ന് പോലുമില്ല. ഇതിപ്പം എനിക്ക് മാതാവ് തന്നത് ഈ തിരിയിലാണ് തന്നത്. ഇത് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും ഇത് കാണിച്ചു കൊടുത്ത് തന്നെ എൻ്റെ ഈ വിശ്വാസം പറയാം. ഞാൻ പോകുന്നിടത്തൊക്കെ കാണിക്കാറുണ്ട് ഫോട്ടോ ഫോണിൽ. പരിശുദ്ധ അമ്മ കൃപാസനം മാതാവിൻ്റെ തന്നെ രൂപമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഇപ്പം പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പുതിയൊരു വണ്ടി മേടിക്കാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കണമായിരുന്നു. പരിശുദ്ധ അമ്മ അതിനെ സഹായിച്ചു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം നേരത്തെ കുട്ടിക്ക് സിസേഴ്സ് പോലെ വന്നിരുന്നു. ആ സമയത്ത് അവൾക്ക് ഒരൊട്ടും ബോധമില്ലാത്ത രീതിയിൽ സാധാരണഗതിക്ക് കാണുന്നതിനെക്കാട്ടിലും ഇങ്ങനെ പിടിക്കുകയോ ബലം പിടിക്കുകയോ ഒന്നും അല്ലാതെ അവളുടെ 1 വയസ്സിന് മുന്നേ തന്നെ ഇങ്ങനെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കളറ് മുഴുവൻ പേളായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്തും ധൈര്യം കൈവിടാതെ, ഹസ്ബൻഡും ഇല്ല, രാത്രി എനിക്ക് വേറൊരാളെ ആശ്രയിക്കണം 12 മണിക്ക്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ താഴെ ഓടി വന്നിട്ട് കൊച്ചിനെ പിടിച്ചുകൊണ്ട് തന്നെ കുലുക്കി പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ അടുത്ത വീട്ടിലേക്ക്, അമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മ, ഓടിച്ചു വിടുന്നത്. അമ്മ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്നു. ആൾ വിളിച്ചുകൊണ്ട് വന്നു. അത്രയും നേരം കുലുങ്ങിട്ട് കൊച്ചു അനങ്ങുന്ന പോലും ഇല്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ആയ സമയത്തിനാണ് കൊച്ചിന് ഇങ്ങനെ കണ്ണ് തുറന്നൊന്ന് നോക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും വളരെ നോർമലായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒബ്സർവേഷൻ്റെ ഒരു ഇതെടുക്കേണ്ടിയേ വന്നുള്ളൂ. അതിന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല സാക്ഷ്യം. അവർക്കിപ്പോൾ 3 വയസ്സായി. ഇതുവരെ ഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടിയും വഴിയായിട്ട് നമ്മൾ ഉടമ്പടി വഴിയിലൂടെ ഒരുക്കപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം ഈശോയിലേക്ക് അടുക്കാനുള്ള എൻ്റെ ഈശോ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം എൻ്റെ ഈശോ എന്ന് ഞാൻ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ആ രീതിയിലേക്ക് ആക്കി തന്നത്, എന്നെ അത് പറയാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് അറിവില്ല. നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് അച്ഛൻ കുശുദ്ധ കുർബാനയെ പറയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് ഈശോ നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളി വരികയാണെന്ന് നോക്കുള്ളൂ. ഇത്രയും ബോധ്യം എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും വയസ്സ് വേണ്ടി വന്നു. ഇത്രയും ഈ ഉടമ്പടിയിൽ ഇത്രയും എത്തേണ്ടി വന്നു. എനിക്ക് വിശുദ്ധ കുർബാന ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അതിന് എനിക്ക് ഉടമ്പടി എത്രമാത്രം എന്നെ സഹായിച്ചു എന്നുള്ളതിന്
എനിക്ക് നല്ല ബോധ്യതയുണ്ട്. ഞാൻ എപ്പോഴും എന്നെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് അലച്ചിലുകൾ ബുദ്ധിമുട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് മടുത്ത് മുകളിലേക്ക് നിലകളിലേക്ക് ചില വാർഡുകളിലൊക്കെ ചെല്ലുമ്പോൾ ദൈവവചനം അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ എനിക്ക് ദൈവം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വചനം എനിക്ക് കിട്ടാണ്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ മുൻപിൽ എഴുതിയ വചനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞാൻ ഒട്ടും ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഹസ്ബൻഡിനെ ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. ആളിന്ന് നാട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഹോസ്പിറ്റൽ, സ്കൂള്, വീട് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ സമയങ്ങളിലെല്ലാം മാതാവ് എൻ്റെ കൂട്ടത്തിൽ ചില സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ICU അഡ്മിഷൻ എന്ന് പറയും. ആ സമയത്തും ഞാൻ പതറാതെ അവിടെ നിന്ന് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അമ്മ തരുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്